ഇന്നയാൾക്ക് ആ 10-ാം നമ്പർ അണിയുന്നതിൽ അമിതഭാരമില്ല. ഗോളടിക്കാൻ മറന്നാലോ ഗോളടിപ്പിക്കാൻ മറന്നാലോ അവനെ മാത്രം പഴിക്കുന്നൊരു കാലമുണ്ടായിരുന്നു അർജന്റീനക്ക്. അന്നയാൾക്ക് തൻ്റെ ടീമിനെ എങ്ങനെ കരകയറ്റണമെന്നറിയാതിരുന്നിട്ടോ തന്നാലാവാതിരുന്നിട്ടോ ഒന്നുമായിരുന്നില്ല. തോൽവികളിലും മോശം സമയങ്ങളിലും അയാളെ മാത്രം വിമർശിച്ച് അയാളുടെ കളിയിൽ മാത്രം ഒതുങ്ങിപ്പോയിക്കൊണ്ടിരുന്നുവെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി കാണും. ഇന്നയാൾ സ്വതന്ത്രനാണ്. ഇന്നയാൾ ഗോളടിച്ചില്ലെങ്കിൽ അർജന്റീന തോൽക്കണമെന്നില്ല. ഇന്നയാളുടെ കളിയും കാത്തു നിൽക്കുന്ന അർജന്റീനയല്ല. അയാളെ സ്വതന്ത്രമായി വിട്ട് തന്നാലാവുന്നതെല്ലാം തൻ്റെ ടീമിന് വേണ്ടി സമർപ്പിക്കുന്ന വിധത്തിൽ ഇന്നാ ടീമിനെ പരിശീലകൻ മാറ്റിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ നിന്നായിരുന്നു അർജന്റീനയുടെ വിജയം. 2021 മുമ്പ് അർജന്റീന കുറെ ഫൈനലുകളും സെമികളും കളിച്ചതായിരുന്നു. പക്ഷേ ആ സെമികളിലൊന്നും അല്ലെങ്കിൽ ആ ഫൈനലുകളിലൊന്നും ഒരു ടീം സ്പിരിറ്റിൻ്റെ ബലത്തിൽ മാത്രം ഒതുങ്ങിപ്പോയതല്ലായിരുന്നു. ആ 10-ാം നമ്പറുകാരൻ നടത്തിയ ആ ഇടംകാൽ വിസ്മയത്തിൻ്റെ മായാച്ച ചിത്രങ്ങളായിരുന്നു അന്ന് ആ ഫൈനലുകളിലെല്ലാം സംഭവിച്ചത്. അയാളുടെ ചിറകിലേറി മാത്രം നേടിയ വിജയങ്ങളായിരുന്നു. അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ അയാൾ പരിഹാസങ്ങളേറെ നേരിട്ടിരുന്നു. ക്ലബിനു വേണ്ടി മാത്രം കിരീടം നേടുന്നവൻ എന്നിങ്ങനെ പലതുമായി ആ പരിഹാസങ്ങൾ നീണ്ടു. വ്യക്തിഗത നേട്ടങ്ങളിൽ അയാൾ അജയ്യനായി മുന്നേറുമ്പോഴും അയാളിൽ നഷ്ടപ്പെട്ടു പോയ ചില ഐതിഹാസിക നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ പരിഹാസങ്ങളുടെ മറവിൽ അതെല്ലാം കുഴിച്ചു മൂടപ്പെട്ടതോടെ അയാൾ വെറും ശൂന്യനായി അവതരിക്കപ്പെട്ടു. ഒരുപക്ഷെ ഈ പരിഹാസങ്ങളെല്ലാം ചേർത്ത് എഴുതുന്നവർക്കറിയുമോ എന്നറിയില്ല. ഇതയാളുടെ 8-ാം ഫൈനലാണത്രേ. 2021 ശേഷം മാറ്റി നിർത്തിയാൽ ബാക്കി 4 ഫൈനലുകളുണ്ട്. ഈ 4 ഫൈനലുകളിൽ അയാളെ എത്രമാത്രം ലോകം വാഴ്ത്തി എന്നെനിക്കറിയില്ല. അയാളിലെ കഴിവൊന്നുകൊണ്ട് മാത്രമായിരുന്നു ഇത്രമേൽ സുന്ദരമായൊരു ടീമിനെ ഇത്രമാത്രം ഫൈനലുകളിൽ അയാൾ എത്തിച്ചത് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാനാകും. പക്ഷേ ആ ഫൈനലുകളിലെല്ലാം കിരീടമില്ലാതെ മടങ്ങിയതാവാം ഈ ചരിത്രങ്ങളെല്ലാം മൂടിവെക്കപ്പെട്ടത്. തൻ്റെ രാജ്യത്തിൻ്റെ കിരീടവരൾച്ച കരുതി വരുത്താൻ അയാൾ തന്നാലാവുന്നതെല്ലാം പരിശ്രമിച്ചു. കിരീടം പറഞ്ഞറിയിക്കാൻ ചരിത്രബലമോ ലയണൽ മെസ്സിക്ക് ഇല്ലാതിരുന്നിട്ടും ലക്ഷോപലക്ഷങ്ങൾ അയാൾക്ക് പിന്നിൽ അണിനിരന്നു. കിരീടമില്ലെങ്കിലും അയാളുടെ കളിയഴകിനെ കണ്ടവർ ആസ്വദിച്ചു. ഏതൊരു മോശം സമയത്തും തൻ്റെ രാജ്യത്തെ കൂട്ടുപിടിക്കാൻ ആരാധകരും അതുപോലെ തന്നെ ടീമംഗങ്ങളും പരിശ്രമിച്ചതോടെ അവർ എങ്ങും തലയെടുപ്പോടെ തന്നെ നിന്നു. 1986 വേൾഡ് കപ്പും 1993 കോപ്പ അമേരിക്കയും കഴിഞ്ഞാൽ അവർ കിരീടത്തിൽ ശൂന്യരാണ്. സാക്ഷാൽ മറഡോണയുടെ പടിയിറക്കം സുവർണകാലത്തിൻ്റെ തന്നെ പടിയിറക്കമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. തൻ്റെ രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കാത്ത് അയാൾ തൻ്റെ രാജ്യത്തിൻ്റെ ഓരോ മത്സരങ്ങളും കാണാൻ ഓരോ നിമിഷവും ഡഗൌട്ടിൽ സജീവമായിരുന്നു. ഒടുവിൽ അയാൾ മരണത്തിന് മുമ്പിൽ കീഴടങ്ങി. 2007 കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ നിന്ന് പടിയിറങ്ങിയ അതേ ലയണൽ മെസ്സി 2014 വേൾഡ് കപ്പിൻ്റെ സുവർണ ചിത്രമായിരുന്നു. ലോക ഫുട്ബോളിൻ്റെ മനം കവർന്ന് നിരാശ നിറഞ്ഞ മുഖവുമായി അയാൾ മികച്ച കളിക്കാരൻ്റെ പുരസ്കാരമായി നടന്നകലുമ്പോഴും ആ നഷ്ടപ്പെട്ട കിരീടം മാത്രമായിരുന്നു അയാളുടെ ഭാവനയിൽ നിഴലയിച്ചു നിന്നത്. അവിടെ തുടങ്ങിയ ശാപമായിരുന്നു. ശേഷം നഷ്ടപ്പെട്ട അവസരത്തെ തിരികെ പിടിക്കാൻ അവരിലേക്കെന്ന പോലെ 2 കോപ്പ ഫൈനലുകൾ വന്നണഞ്ഞു. കിരീടത്തിലേക്കുള്ള ഓരോ വഴികളും വെട്ടിപ്പിടിച്ച് ഫൈനലിലേക്ക് എത്തിയപ്പോഴും എതിരാളികൾ 2 ടൂർണമെൻറ്റിലും ചിലിയായിരുന്നു. പക്ഷേ 2 തവണയും കാലിടറി വീണത് ആ ഭാഗ്യ പരീക്ഷണത്തിന് മുന്നിലായിരുന്നു. തന്നാൽ നഷ്ടപ്പെട്ട പെനാൽറ്റി തൻ്റെ രാജ്യത്തിൻ്റെ കാൽപ്പനികതയുടെ തകർച്ചയും അംഗീകരിക്കാനാവാതെ ഒരു നിമിഷം അയാൾ കളി അവസാനിപ്പിച്ചു എന്നുകൂടെ പറയുമ്പോൾ ആരാധകരുടെ നിരാശ ഇരട്ടിയായി വർദ്ധിച്ചു. അയാൾ നിസ്സഹനാണെന്ന് അയാൾ ലോകത്തിനു മുമ്പിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ ലോക ഫുട്ബോൾ ആരാധകർ ഒന്നടങ്കം ആ തീരുമാനത്തെ എതിർത്തു നിന്നു. എല്ലാം ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളാണെന്നും കളിയിലേക്ക് തിരികെ വരണമെന്നും പറഞ്ഞ് ലോകം ഒന്നടങ്കം വിളിച്ചോതിയപ്പോൾ അയാൾ തിരികെ വന്നു. ആ തിരിച്ചുവരവ് അതിമനോഹരമായിരുന്നു. ഒരുപക്ഷെ ലോകകപ്പ് യോഗ്യതകളുടെ സാധ്യതകൾ പോലും മങ്ങിയെടുത്ത് അയാൾ വന്ന് ആ ടീമിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ രക്ഷപ്പെടുത്തലുകളൊന്നും ആ കിരീടത്തിൻ്റെ വലയത്തിലേക്ക് എത്താൻ മാത്രം പ്രാപ്തിയുള്ളതായിരുന്നില്ല. അങ്ങനെ 2018 വേൾഡ് കപ്പും 2019 കോപ്പ അമേരിക്കയുമെല്ലാം വീണ്ടും ഒരു നിരാശയുടെ അധ്യായങ്ങളായി മറിക്കപ്പെട്ടു. വർഷം 2021. ഈ വർഷമാണ് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമെന്ന് പറഞ്ഞാൽ പോലും ചെറുതായി പോവില്ല. പതിറ്റാണ്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ ടീമായിക്കൊണ്ട് അവർ ആ ടീമിനെ ആ വർഷത്തിൽ മാറ്റിയെടുക്കുന്നുണ്ട്. ആ പരിവർത്തനത്തിന് പിന്നിൽ ലയണൽ സ്കലോണി എന്ന പരിശീലകനായിരുന്നു. എന്താണ് ലയണൽ മെസ്സി? മെസ്സിയെ കൊണ്ട് എന്തെല്ലാമാകുമെന്ന് അയാൾക്ക് വ്യക്തമായിരുന്നു. ലയണൽ മെസ്സിയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അയാളിലെ സാന്നിധ്യം എത്രമാത്രം അനിവാര്യമാണെന്നും പൂർണ്ണമായ ബോധ്യത്തോടെ അയാൾ ടീമിനെ പരിവർത്തിച്ചെടുത്തു. മെസ്സിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന കളിശൈലിയിൽ നിന്നുമുള്ള പരിവർത്തനമായിരുന്നു ആ പരിശീലകന്റെ ആദ്യത്തെയും പരമപ്രധാനമായ മാറ്റം.
ആ മാറ്റം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രമേൽ സുന്ദരമായൊരു ചരിത്രയാത്രക്ക് അർജന്റീനക്ക് സാധ്യമായത്. 2021 കോപ്പ അമേരിക്ക ഫൈനലിൽ മാറക്കാനയുടെ മണ്ണിൽ ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് 28 വർഷത്തെ കാത്തിരിപ്പിന് അന്ത്യം അവർ കുറിക്കുന്നുണ്ട്. തീർന്നില്ല, അവിടെ നിന്ന് തുടക്കം മാത്രമായിരുന്നു. ശേഷം യൂറോപ്യൻ ചാമ്പ്യന്മാരായ ഇറ്റലിയെയും തകർത്തുകൊണ്ട് ഫൈനലിസ്മ കിരീടം അവർ നേടുന്നുണ്ട്. ശേഷം 2022 ഖത്തർ വേൾഡ് കപ്പ് നേടിയെടുത്ത ലോക ഫുട്ബോളിലെ തന്നെ രാജാക്കന്മാരായി അവർ വാഴുന്നുണ്ട്. ഇന്ന് 2024 കോപ്പ അമേരിക്കയുടെ തുടർച്ചയായ 2ാം ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ ലയണൽ മെസ്സി അലങ്കരിക്കുന്നത് തൻ്റെ 8ാം ഫൈനലാണ്. ഇത്രമേൽ പൂർണ്ണതയിൽ അവതരിച്ചൊരു നായകൻ ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ കാണില്ല. അയാളെപ്പോൾ അയാൾ മാത്രമാണെന്ന് തെളിയിക്കുന്ന ചിത്രമാണിത്. തന്നിൽ എതിരാളികൾ നിറച്ച പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും അയാൾ മറുപടി പണ്ടേ കൊടുത്തു കഴിഞ്ഞതാണ്. ഈ കോപ്പയിൽ അയാൾ പൂർണ്ണ സ്വതന്ത്രനാണ്. തുടർച്ചയായ 4ാം ഫൈനലാണ്. 2021 കോപ്പയും 2022 ഫൈനലിസ്മയും 2022 ഖത്തറും എത്തിപ്പിടിച്ച അതേ ചരിത്രത്തിലേക്കുള്ള 4ാം ഫൈനൽ. ഈ കിരീടം നേടി ചരിത്രത്തിൻ്റെ അനന്തമായ വ്യാപ്തി മാത്രമാണ് അവരുടെ ലക്ഷ്യം. പ്രിയപ്പെട്ട ലയണൽ മെസ്സി, എന്ത് മനോഹരമാണ് നിങ്ങൾ! ലോക ഫുട്ബോളിലെ തന്നെ അതിസുന്ദരമായൊരു ചരിത്ര പുസ്തകമാണ് നിങ്ങൾ. കാൽപന്തിലെ മാത്രമല്ല, ലോകത്തിലെ എല്ലാവർക്കും അനുഭൂതി തോന്നുന്ന ഒരു തരം മോട്ടിവേഷനാണ് നിങ്ങളുടെ ജീവിതം. അന്ന് 2016 നിങ്ങൾ കളി അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെക്കൊണ്ട് തിരികെ വരാൻ പ്രേരിപ്പിച്ച നിമിഷമാണ് മോട്ടിവേഷൻ. പരാജയത്തിൻ്റെ കയത്തിൽ മുങ്ങി സമ്മർദ്ദകരമായ തീരുമാനങ്ങളിലേക്ക് ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത് എന്ന ഒരു തരം മോട്ടിവേഷൻ. ആ തിരിച്ചുവരവ് അത്രമേൽ പ്രാധാന്യമായിരുന്നുവെന്ന് ശേഷം നിങ്ങൾ കാണിച്ചു കൊടുത്തു. എല്ലാം നേടിയിട്ടും ഒന്നും നേടാത്തവനെ പോലെ നിങ്ങളെ എല്ലാവരും പരിഹസിച്ചപ്പോഴും നിങ്ങൾ മൂകനായി നിന്നതിൻ്റെ പൊരുൾ ഇന്ന് പകൽ പോലെ വ്യക്തമാണ്. ഈ കിരീടം നിങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യപ്പെട്ടതൊന്നുമല്ല. ഒരു കാൽപന്ത് കളിക്കാരൻ ചരിത്രത്തിൽ നേടാവുന്നതെല്ലാം നിങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ രാജ്യത്തിനായി കോപ്പയും ലോക കിരീടവും നിങ്ങൾ നേടിയത് എത്രയോ ഭാഗ്യവാനായാണ്. ഒരുപക്ഷെ നാളെ കൊളംബിയക്കെതിരിറങ്ങുന്ന നിങ്ങളിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കില്ല എന്നുറപ്പാണ്. ആ ഇടംകാൽ വിസ്മയത്തെ ആ നീലാകാശ കുപ്പായത്തിനുള്ളിൽ ഇനി എത്ര കാലം കാണുമെന്ന ആദി മാത്രമേ ഉള്ളൂ. ഓരോ കളി കാണുമ്പോഴും ഈ കളിയഴക അവസാനിക്കരുത് എന്ന ഓരോ കാൽപന്താരാധകനെ കൊണ്ടും ചിന്തിപ്പിക്കുന്ന ഈ കളി വൈഭവം ഇനിയും കാലങ്ങളോളം കാണാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ടീം ഫുട്ബോൾ മാനിയ.